അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ പിന്നെ എന്ത് പറയണം, എങ്ങനെ പ്രവർത്തിക്കണം, ഏതാണ് ഇസ്ലാം, ഏതാണ് ശരീഅത്ത് ഒന്നും അറിയൂല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിവിടെ കേൾപ്പിക്കാൻ പോവുകയാണ്. ഇവരെ കാര്യത്തിൽ വല്ല ഉറപ്പും അവർക്ക് തന്നെയുണ്ടോ? ഇവരെത്ര വലിയ ആളായിട്ടെന്താ കാര്യം? നിസ്കരിച്ചൊരൊറ്റ നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ളവർ ആര്? ഇതൊക്കെ പറയുന്ന മുസ്ലിയാർക്ക് പോലും ആകുമോ? ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക, അയാൾ പറയട്ടെ. ഓ സുഹൃത്തുക്കളെ, 40ഓളം കൊല്ലമായി വഅദ് പറയുന്നുണ്ട്. ഒരൊറ്റ വഅദും എന്റെ റബ്ബ് കബൂൽ ചെയ്തു എന്നതിന് ഒരു ഗ്യാരണ്ടിയും കിട്ടിയിട്ടില്ല. ചെയ്ത തെറ്റുകളെല്ലാം മാപ്പ് തന്നു എന്നതിനൊരു ഉറപ്പും കിട്ടിയിട്ടില്ല. നിങ്ങളോട് ആരോടും വഅദ് പറയാനുള്ള യോഗ്യതയുമില്ല. ഇവിടെ ക്ഷണിക്കപ്പെട്ടപ്പോൾ ബാധ്യത നിർവഹിക്കുകയും നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളുടെ ഇവരെ പിന്നാലെ കൂടിയിട്ട് അവരെ കാര്യത്തിൽ തന്നെ അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. ഒരു ഉറപ്പ് പോൽക്ക് കിട്ടൂല. എന്താ പറഞ്ഞത്? എന്നാ ഉറപ്പ് കിട്ടിയ ആള് പറയട്ടെ. ഒന്നുമല്ല, നമ്മൾ നിൽക്കാരും നോമ്പൊന്നും സ്വീകരിച്ചു എന്നുള്ളതിനൊരു ഉറപ്പ് നമുക്കില്ല. അതേ സമയത്ത് നമ്മൾ ഓലെ കൂടെ ചെയ്തവറുകളെ കൂടെ ഓരോ മശായിഖന്മാരെ കൂടെ നമ്മൾ കൂടി അതിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകണം. അതിനുള്ളൊരു കാവലായിട്ട് നമ്മൾ നിസ്കാരമൊക്കെ നിർവഹിക്കും വേണം. അല്ല നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല, നോമ്പ് കൊണ്ടും രക്ഷപ്പെടൂല. അല്ല നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല, നോമ്പ് കൊണ്ടും രക്ഷപ്പെടൂല. പഴയ കാലത്തൊക്കെ പാടത്ത് പണിയെടുത്താലേ വരമ്പത്തിരുന്ന് കൂലി ഇപ്പം കണ്ടെത്തി തന്നെ കിട്ടുന്നു ഉസ്താദെ. അപ്പോൾ മൗലാന പേരോട് ഉസ്താദിനെ പരിഹസിച്ചിട്ടാണ് കുറച്ച് മുമ്പ് പറഞ്ഞ വയലാണിത്. അത് അരണട പോലെ മറന്നിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പിന്നെ ഇപ്പം നിസ്കരിച്ചിട്ടൊരു കാര്യമില്ല, നോമ്പ് നോറ്റിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശർഈയായ നിയമങ്ങളൊക്കെ വലിച്ചെറിയാൻ വേണ്ടിയാണ് ഓൻ്റെ ഒരു ഉപദേശം. അത് ഏതായാലും നമുക്ക് പറ്റിയിട്ടില്ല. ചങ്ങാതി, നോമ്പ് നോൽക്കുകയും നിസ്കരിക്കുകയും ചെയ്തിട്ടേ സ്വർഗം കിട്ടുള്ളൂ. മനസ്സിലായണക്ക്? അസ്സൗമൂലി അന അജ്സി ബിഹീന അല്ലാഹു തആല പറഞ്ഞത്. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാൻ പ്രതിഫലം തരുന്ന. മനസ്സിലായോ? അപ്പം എല്ലാ അമലും അള്ളാഹ്ക്കുള്ളത് തന്നെ അല്ലേ, എല്ലാ ഇബാദത്തും അള്ളാഹ്ക്കുള്ളത് തന്നെ അല്ലേ എന്ന് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ഭാര്യനോട് പറയലുണ്ട്, എടി ഈ കുട്ടി എൻ്റെ കുട്ടിയാണ്, എന്നാ മറ്റേ കുട്ടികളൊക്കെ അയലോക്കാരൻ്റെന്നാണ്. അല്ല, ഇതിനോട് കൂടുതൽ സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അതുപോലെ അള്ളാഹ്ക്ക് നോമ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അള്ളാഹു തആല അങ്ങനെ പറഞ്ഞത്. ഇവിടെ 10 കിതാബെങ്കിലും ഓതിക്കൂടാതല്ലോ ഉസ്താദേ? ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള നിസ്കാരമല്ലേ? എന്താണ് മൗലാന പേരോട് ഉസ്താദിനോട് അന്ധമായ എതിർപ്പും അസൂയയും കിബറും നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേട്ടി വന്നതുകൊണ്ടാണ് ഇത്തരം അബദ്ധത്തിലൊക്കെ പോയി ചാടുന്നത്. ഉസ്താദ് അവറുകൾ അവിടുത്തെ താഴ്മതയുള്ള വാക്കുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതെല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസുള്ളവരും എല്ലാവരും ചെയ്യുന്നതും പറയുന്നതുമാണ് എല്ലാ വഅദിൻ്റെ സ്റ്റേജിൽ. ഇപ്പം നിസ്കാരം തന്നെ നമുക്ക് എടുത്തുകൂടെ? നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ സലാം വീട്ടിയാൽ ആദ്യം നമ്മൾ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നിസ്കാരം വലിയ തെറ്റാ? അത് യജമാനനായ റബ്ബിൻ്റെ മുമ്പിൽ അടിമ പ്രകടിപ്പിക്കുന്ന ഒരു താഴ്മതയാണ്. അതേ അനുസരിച്ചാണ് പണ്ഡിതന്മാർ സാധാരണക്കാരോട് ഉപദേശിക്കുമ്പോൾ അവരവരുടെ താഴ്മത വിലയിരുത്തുകയാണ്. ഒന്ന് നന്നാകാൻ നോക്ക്. ഏതായാലും ഇത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും.